നമസ്കാരം. അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞന്മാർ. കനേഡിയ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രോസസിംഗ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ 6.5 അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കുമെന്നും പഠനം പറയുന്നുണ്ട്. എന്താണ് മെഗാ സുനാമി? ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുന്നത്? അപകട സാധ്യത എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ നോക്കാം. എന്താണ് മെഗാ സുനാമി? സാധാരണ സുനാമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി. 100 കണക്കിന് അടി ഉയരത്തിലുള്ള തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത്. ശക്തമായ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇതുണ്ടാകുന്നത്. സാധാരണ സുനാമിയിൽ നിന്നും വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും. ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധികം സമയം കിട്ടില്ല. അത്രയും വേഗത്തിലാകും ഈ തിരമാലകൾ സഞ്ചരിക്കുക. അപൂർവമാണെങ്കിലും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത 50 വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ 8.0 തീവ്രതയുള്ള ഭൂകമ്പത്തിന് 15% സാധ്യത ഉണ്ടെന്നാണ് പ്രോസസിംഗ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത്. അത്തരമൊരു ശക്തമായ ഭൂകമ്പമുണ്ടായാൽ മെഗാ സുനാമി ഉണ്ടാകും. ഇതോടെ തീരപ്രദേശങ്ങൾ 6.5 അടി വരെ മുങ്ങിയേക്കാം. കൂടാതെ സിയാറ്റിൽ, അതോടൊപ്പം തന്നെ ഒറിഗോൺ, അതോടൊപ്പം പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചു പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വടക്കൻ ദ്വീപിൽ നിന്നും അതോടൊപ്പം തന്നെ കേക്ക് ദ്വീപിൽ നിന്നും നീളുന്ന ഒരു ഫോർട്ട് ലൈനായ കാസ്റ്റിയോ സബ്ഡക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക, ഹവായ്, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിന്റെ ചില ഭാഗങ്ങൾ എന്നിവ അപകടത്തിൽപ്പെടും. ഇവ പൂർണ്ണമായും മുങ്ങിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. മെഗാ സുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ 1000 അടി വരെ ഉയരാം. ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും. സാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ ജനങ്ങൾക്ക് സ്ഥലത്ത് നിന്നും മാറാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം പോലും ലഭിക്കില്ല. മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലകൾക്കൊന്നും സാധിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കൂടാതെ ഈ ആഹ്ലാദത്തിൽ നിന്നെല്ലാം വീണ്ടെടുക്കലിന് ഏറെ സമയം വേണ്ടിവരുമെന്നും പഠനത്തിന്റെ മുഖ്യ രചയിതാവും വിർജീനിയ ടെക്കിന്റെ ജിയോ സയൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ടീന ഡ്യൂറ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തെക്കൻ വാഷിംഗ്ടണിലെ വടക്കൻ ഒറിഗോൺ, അതോടൊപ്പം തന്നെ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നതെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലയിൽ ഒന്നാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ. അധികം വൈകാതെ ഇവരെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.